നമസ്കാരം, ഞാൻ ജിഷ്ണു വാസുദേവൻ നമ്പൂതിരി. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അതിന് മുമ്പത്തെ ആഴ്ചയിലെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വ്ളോഗ് ആയിരുന്നു. മലേഷ്യയിൽ ഞാൻ ചെന്നപ്പോൾ അവിടുത്തെ ഗോംബാക്ക് അമ്പലത്തിലെയും അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സുകാർ കാണേണ്ട ഒരു സ്ഥലമാണ്. അതായത് ബിസിനസ്സിലും ചെയ്ത് കൂടുതൽ പ്രോഫിറ്റ് കിട്ടാനും നമ്മുടെ ആ ശത്രുക്കളെയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും നമുക്ക് നല്ല ഉയർച്ച ബിസിനസ്സിൽ കിട്ടാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ക്ഷേത്രമാണ് ആ വീഡിയോയുടെ സെക്കൻഡ് ഹാഫിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ പറ്റുന്നവർ അത് കാണുക. വളരെ നല്ല അഭിപ്രായം, കണ്ടവർ നല്ല അഭിപ്രായമാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഈ മാസത്തിലെ മാസഫലത്തിലേക്ക് പോവാം. അശ്വതി ഭരണി കാർത്തികേക്കാൽ മേടക്കൂറുകാർക്ക് സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പമില്ലാതെ പോകാൻ പറ്റും. പക്ഷെ അവർക്ക് ബോഡിയിൽ നല്ല ടയേർഡൊക്കെ ഉണ്ടാവാനും നല്ല ക്ഷീണം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഈ മാസം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആരോഗ്യമൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ കാര്യങ്ങളൊക്കെ സാധിക്കും. കാര്യങ്ങളൊക്കെ സാധിച്ചു കഴിയുമ്പോൾ സാമ്പത്തിക കയ്യിലേക്ക് കുഴപ്പമില്ലാതെ വരുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. ടെക്നിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് നല്ലൊരു ഉയർച്ചയുടെ സമയമാണ് ഈ വരുന്ന ഒരു മാസം. അതുപോലെ ട്രാവൽ ചെയ്യുമ്പോൾ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒക്കെ നന്നായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. നമുക്ക് എന്തെങ്കിലും കോടതിപരമായിട്ട് എന്തെങ്കിലും കേസൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ പ്രോപ്പർട്ടി സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വരാനും കൂടെ പറ്റുന്ന ഒരു മാസമാണ് ഈ വരുന്ന ഒരു മാസം. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലിഭാരം നന്നായിട്ട് കൂടാനുള്ള സാധ്യതയും അതുപോലെ തന്നെ ചെയ്യുന്ന ജോലി സ്ഥലത്ത് തന്നെ ഒരുപാട് ടെൻഷനും പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യാനും ഒരുപാട് ട്രാവലിങ്ങിനുള്ള ഒരു സാധ്യതയുണ്ട്. പല രൂക്ഷമായ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യേണ്ട അവസ്ഥയും ഈ നക്ഷത്രക്കാർക്ക് അവരുടെ ജോലി സ്ഥലത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവരുടെ ആഭരണങ്ങളോ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയും കൂടെ ഉണ്ട്. അത് വളരെയധികം സൂക്ഷിക്കണം. സാധ്യത എന്ന് ഞാൻ പറയുന്നത് ഒരു 90% അത് നടക്കും. പലർക്കും അത് സംഭവിച്ചു കഴിഞ്ഞാണ് അയ്യോ ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്ന് അവർ പറയുക. അപ്പം എല്ലാവരും നല്ല കെയർഫുള്ളായിട്ട് തന്നെ ഇരിക്കണം. ബിസിനസ് ചെയ്യുന്നവർക്ക് അവരുടെ പ്രോഫിറ്റ് ഒക്കെ കൂടി വരും. ഇനിയിപ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും പ്ലാനൊക്കെ ചെയ്ത് ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആ വഴിക്ക് തന്നെ പോകുന്നതിന് ഒരു കുഴപ്പമില്ല. അതിന് അനുകൂലമായൊരു സമയം കൂടിയാണ് ഈ വരുന്ന ഒരു മാസം. പുതിയ ഓർഡറുകൾ കിട്ടും. നല്ല ലാഭത്തിലേക്ക് തന്നെ ബിസിനസ് വർദ്ധിച്ചോളും. കുടുംബത്തിൽ നല്ല സമാധാനമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും നല്ലൊരു ഐക്യവും നല്ല സഹകരണവും സ്നേഹവും ഒക്കെ ഉണ്ടാവാനും കുടുംബം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനും കൂടെ നല്ലൊരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു മാസം. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് ഇവർക്ക് നല്ലത്. കാർത്തിക മുക്കാല്, രോഹിണി, മകീരം, അര അടങ്ങുന്നതാണ് ഇടവക്കൂറുകാർക്ക് സാമ്പത്തികമായിട്ട് നല്ലൊരു സമയമാണ്. അതുപോലെ തന്നെ ശുഭകാര്യങ്ങൾ മംഗളകാര്യങ്ങളൊക്കെ കുടുംബത്തിൽ അവരവരുടെ വീട്ടിൽ നടക്കാനും കൂടെ അനുകൂലമായ സമയമാണ് ഈ വരുന്ന ഒരു മാസം. യാത്രകൾ കുറച്ച് അധികം ഉണ്ടായിരിക്കും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ലീഗലായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അതൊക്കെ അനുകൂലമായിട്ട് വരാനും കൂടെ നല്ലൊരു സമയമാണ്. നമ്മുടെ ജോലിക്കായിട്ട് വീട് വിട്ട് മറ്റൊരു സ്ഥലത്ത് താമസിക്കേണ്ട ഒരു സാഹചര്യവും ഈ മാസം ഇവർക്കുണ്ടാവും. നേരത്തെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്ലാനിങ് കുറച്ചൊന്ന് ഡിലേ ആവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒന്ന് സംസാരിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങളിലേക്ക് പോവുക. അതായിരിക്കും വളരെ നല്ലത് ഈ നക്ഷത്രക്കാർക്ക്. ഈ നക്ഷത്രക്കാരുടെ കുട്ടികളുടെ ആരോഗ്യവും വിദ്യാഭ്യാസവും നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഏതെങ്കിലും കുറച്ച് ക്രിട്ടിക്കലായുള്ള സിറ്റുവേഷനിൽ കൂടെ നിൽക്കുന്നവരിൽ നിന്നോ അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കാരിൽ നിന്നോ ഒരല്പം ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ബിസിനസ് ഒന്ന് ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ടാവും ബിസിനസ് ചെയ്യുന്നവർക്ക്. പക്ഷെ നിങ്ങൾ ടെൻഷൻ അടിക്കുകയോ ഒന്ന് വറി ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ നന്നായിട്ട് വരും. പക്ഷെ എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു പ്രശ്നം ഉണ്ടായാൽ അതിനെ കയ്യോടെ നേരിടേണ്ടി വരുന്ന സാഹചര്യം കൂടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധയോടെ ഇരിക്കുക. അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വന്നിട്ട് വേണ്ട കാര്യമില്ല. അപ്പം എന്തെങ്കിലും ഒരു ഇഷ്യൂ വരും, അതിനെ ഞങ്ങൾ ഫേസ് ചെയ്യണമെന്ന് തന്നെ പ്രാർത്ഥിച്ചിരിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓർഡർ എടുക്കുമ്പോഴും അത് കൊടുക്കുമ്പോഴും വളരെ കെയർഫുൾ ആയിരിക്കണം. അത് വളരെ അത്യാവശ്യമാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു മാസത്തേക്ക്. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലി ഭാരം കൂടും. പിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന പ്രമോഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടാനും കൂടെ നല്ലൊരു സമയമാണ്. സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് ഇവർക്ക് നല്ലത്.
മകയിരം അര, തിരുവാതിര, പുണർതം മുക്കാൽ അടങ്ങുന്നതാണ് മിഥുനക്കൂറ്. മിഥുനക്കൂറുകാർക്ക് അവരുടെ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യങ്ങൾ അല്ല അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ബുധന്റെ സഞ്ചാരം കൊണ്ട് പെട്ടെന്ന് തന്നെ നടന്നു വരാനൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവരുടെ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ അവർക്ക് അനുകൂലമായിട്ട് വരും. ദീർഘനാളായിട്ട് പെൻഡിങ് ആയിട്ട് കിടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം സോൾവ് ആയിട്ട് തന്നെ വരും. ഒരുപാട് യാത്രകൾ ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്. പലതരം പ്രശ്നങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരും. എന്തൊക്കെ ഇഷ്യൂസ് വന്നാലും അവസാനം അവർക്ക് വിജയം ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ കൂടെ ഉണ്ടാകും. ബിസിനസ്സൊക്കെ നന്നായിട്ട് ഫ്ലറിഷ് ചെയ്ത് വരാനും കൂടെ നല്ലൊരു സമയമാണ്. അതുപോലെ തന്നെ ബിസിനസ് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്ലാൻ ചെയ്യുക. നല്ല രീതിയിലേക്ക് ബിസിനസ് വർദ്ധിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും സബ്സിഡി എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടാൻ ഒരു സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും അത് ലഭിക്കുക തന്നെ ചെയ്യും. പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ഒരു ആത്മവിശ്വാസമൊക്കെ വർദ്ധിച്ച് നല്ല രീതിയിൽ ജോലി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവർക്ക് അഡീഷണൽ വർക്കും പ്രൊമോഷനും അങ്ങനെ എല്ലാം കൂടുതൽ കിട്ടുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടാവും. കുടുംബത്തിൽ നല്ലൊരു സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാവും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ലൊരു സന്തോഷത്തോടു കൂടി ഉണ്ടാവും. പൊതുവെ മറ്റൊരു കാര്യം, കുട്ടികൾ മുഖേന അച്ഛനമ്മമാർക്ക് ഒരു അഭിമാനിക്കാൻ പറ്റുന്ന സാഹചര്യം കൂടെ ഉണ്ടാവും ഈ വരുന്ന ഒരു മാസം. മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതാണ് ഇവർക്ക് നല്ലത്. പുണർതം അവസാന ഭാഗം, പൂയം, ആയില്യം, കർക്കിടക്കൂറ്. കർക്കിടക്കൂറുകാർക്ക് ക്ഷീണമില്ലാതെ തളരാതെ നിന്ന് വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം അവർക്കുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ വാഹനം, വീട്, പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ടത് എല്ലാം ഇവർക്ക് അനുകൂലമായി വരുന്ന ഒരു സാഹചര്യം കൂടെ ഈ മാസം ഉണ്ടാവും. സാമ്പത്തികമൊക്കെ നന്നായിട്ട് വരും. പക്ഷേ മണി ഡീലിംഗ്, സാമ്പത്തികം കൈകാര്യം ചെയ്യുമ്പോൾ നല്ലൊരു ശ്രദ്ധ ഇവർക്ക് അത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സേവിങ്സ് ചെയ്യണം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം, പ്രോപ്പർ അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രമേ അവർ ആ ഇൻവെസ്റ്റ്മെന്റിലേക്ക് അല്ലെങ്കിൽ സേവിങ്സിലേക്ക് അവർ പോകാൻ പാടുള്ളൂ. പാരമ്പര്യമായിട്ട് കിട്ടുന്ന പ്രോപ്പർട്ടിയിൽ നിന്ന് അവരിൽ നിന്നുള്ള കിട്ടുന്ന ആ ഒരു ലാഭം ഒരല്പം ഒന്ന് കുറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, ഭാവിയിലേക്ക് അത് നല്ലതായിട്ട് തന്നെ വരും. കുടുംബത്തിലെ സന്തോഷം ഒരല്പം ഒന്ന് കുറയാനുള്ള സാധ്യതയുണ്ട്. പങ്കാളിയുടെ ആ ഒരു ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അതെല്ലാം നോക്കി വേണം മുന്നോട്ട് പോകാൻ. കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകം ഒരു എക്സ്ട്രാ കെയർ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ നക്ഷത്രക്കാർ. ബിസിനസ് ചെയ്യുന്നവർക്ക് അവരുടെ ബിസിനസ്സൊക്കെ ഉയർന്നു വരും. പെട്ടെന്ന് ചില തടസ്സങ്ങളൊക്കെ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. ലാസ്റ്റ് മിനിറ്റ് നമ്മൾ ടെൻഷനായിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഏത് സമയത്തും ടെൻഷൻ പ്രശ്നങ്ങൾ വരും എന്ന് മുൻകൂർ കണ്ടു വേണം മുന്നോട്ട് പോകുവാൻ. ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആണെങ്കിൽ ഇതുപോലെയുള്ള തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പാർട്ട്നേഴ്സിൻ്റെ ആ ഇടപെടൽ കൊണ്ട് ആ പ്രശ്നങ്ങളുടെ ഡിഗ്രി നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ആവശ്യമില്ലാതെ ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ യാത്രകൾ പ്ലാൻ ചെയ്യുക. നമ്മുടെ സ്വന്തം സ്ഥലം വിട്ട് പുറത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ എല്ലാ രീതിയിലും, താമസമായാലും ഭക്ഷണമായാലും സൗഹൃദമായാലും എല്ലാ രീതിയിലും എന്ത് ചെയ്താലും അതെല്ലാം ഒരു എക്സ്ട്രാ കെയർ 2 പ്രാവശ്യം ചിന്തിച്ചതിന് ശേഷം മാത്രമേ അതിലേക്ക് പോകാൻ പാടുള്ളൂ. ഈ വരുന്ന ഒരു മാസത്തേക്ക് ദുർഗാദേവി പ്രാർത്ഥിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് നല്ലത്. മകം, പൂരം, ഉത്തരം, കാൽ, ചിങ്ങക്കൂറുകാർക്ക് സാമ്പത്തികമായിട്ട് നല്ലൊരു സമയമാണ് വരുന്നത്. പക്ഷെ അവർക്ക് ചെലവുകൾ വളരെയധികം കൂടാനുള്ള സാധ്യതയും കൂടെ ഈ വരുന്ന ഒരു മാസം കൂടെയുണ്ട്. അവർക്ക് എതിരാളികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറഞ്ഞ് സമാധാനമായിട്ട് തന്നെ ഇവരുടെ ലൈഫ് മുന്നോട്ട് പോകും. സൗഹൃദങ്ങളൊക്കെ അനുകൂലമായിട്ട് വരും. അതുപോലെ തന്നെ ദീർഘനാളുകളായിട്ട് പെൻഡിങ് ഉള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവർക്ക് അനുകൂലമായി തന്നെ അത് പര്യവസാനിക്കും. മറ്റുള്ളവരുടെ കാര്യത്തിൽ കഴിവതും ഇടപെടാതിരിക്കുക. അവരുടെ കാര്യങ്ങളിൽ ഈ നക്ഷത്രക്കാർ പോയി തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. ബിസിനസ് ചെയ്യുന്നവർക്ക് ആ ബിസിനസ്സിൻ്റെ കോമ്പറ്റീഷൻ കുറയും. എന്നിരുന്നാൽ പോലും അവരുടെ ബിസിനസ്സും ഒരു സ്ലോ ലെവലിലായിരിക്കും വളർന്നു വരിക. പെട്ടെന്നൊരു ഇമ്പ്രൂവ്മെൻ്റ് അല്ലെങ്കിൽ കൂടുതൽ പ്രോഫിറ്റ് ഈ ഒരു കാലയളവിൽ അവർ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇപ്പം നോക്കിയിട്ട്. അതുപോലെ തന്നെ പുതിയ ഓർഡറുകൾ കിട്ടാനും ഒരല്പം ഡിലേ ഉണ്ടാകുന്ന സമയമുണ്ടാകും. പക്ഷേ ഏതെങ്കിലും രീതിയിൽ ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പ് ബിസിനസ്സിന് വേണ്ടിയിട്ട്, ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ കിട്ടാൻ നല്ലൊരു സമയമാണ് ഈ വരുന്ന ഒരു മാസം. കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞ് നല്ലൊരു ഐശ്വര്യപൂർണ്ണമായിട്ട് സമാധാനപൂർണ്ണമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാവും. പങ്കാളികളുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ തീർച്ചയായിട്ടും നോക്കേണ്ടതാണ്. കുട്ടികളുടെ ഭാവി വളരെ അത്യാവശ്യമായിട്ട് ഈ നക്ഷത്രക്കാർ മനസ്സിലാക്കി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലി ഭാരമൊക്കെ കുറയും. അതുപോലെ തന്നെ ഇവരുടെ സുപ്പീരിയറിൽ നിന്ന് നല്ലൊരു ഗുഡ് വിൽ കിട്ടാനും കൂടെ നല്ലൊരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക്. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് ഇവർക്ക് നല്ലത്.
ഉത്രം മുക്കാല്, അത്തം, ചിത്തിര, അര അടങ്ങുന്നതാണ് കന്നിക്കൂറ്. കന്നിക്കൂറുകാർക്ക് സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പമില്ലാത്ത സമയമാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യം, വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇവർക്ക് എതിരായിട്ട് ആൾക്കാരൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കുറഞ്ഞ് വലിയ കുഴപ്പമില്ലാതെ ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ചൊരു ഡിലേ വരാനുള്ള സാധ്യതയും കൂടെ ഈ മാസം ഉണ്ടാവും. അതുപോലെ തന്നെ ഇവരുടെ ഇവർക്ക് സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് നല്ലൊരു അനുഭവം, നല്ല ഒരു സഹകരണം ഇവർക്ക് ഈ മാസം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ യാത്രകളൊക്കെ അനുകൂലമായിട്ട് വരും, അതിന് നല്ലൊരു സമയം കൂടിയാണ്. ഈ നക്ഷത്രക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ അത് അവർക്ക് ഒരു അഭിമാനമാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടാവുക. ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ആ ബിസിനസ് ഒന്ന് ഡിലേ ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ. പുതിയ ഓർഡറുകൾ കിട്ടാനും ഉള്ള സാധ്യതകളൊക്കെ അവർക്കുണ്ട്. അതൊന്ന് ഒരല്പം ഒരു ശ്രദ്ധ, എക്സ്ട്രാ ഒരു കെയർ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ജോലി ചെയ്യുന്നത് അഥവാ പ്രൊഫഷണൽ ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ആ ജോലി ഭാരമൊക്കെ കൂടും. അതുപോലെ തന്നെ അവരുടെ അനാസ്ഥ കൊണ്ടോ മറ്റ് പല കാരണങ്ങൾ കൊണ്ടോ അവർക്ക് ഡിപ്രമോഷൻ കിട്ടാനുള്ള ഒരു സാധ്യതയും കൂടെയുണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വേണം അവർ ചെയ്യുന്ന ആ ജോലിയിൽ, ആ ജോലി സ്ഥലത്ത് അവർ പെരുമാറുക. ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് യാത്രകൾ അവർക്കുണ്ടാവും. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം ഈ മാസം ഇവർ മുന്നോട്ട് പോകുക. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ചില ആർഗ്യുമെന്റ്സ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പങ്കാളികളുടെ ഇഷ്ടം കൂടെ നോക്കി വേണം മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ പല വിധമുള്ള തർക്കങ്ങൾ കുടുംബത്തിലൊക്കെ വരാം. കുട്ടികളുടെ ആരോഗ്യം, ആ കുട്ടികൾ കാരണം അച്ഛനമ്മമാർക്ക് ഒരു പ്രൗഡ്, ഒരു അഭിമാനം ഉണ്ടാകുന്ന സാഹചര്യം കൂടെ ഉണ്ടാവും. അതും വളരെ നല്ലൊരു കാര്യമാണ്. ആ കുട്ടികളുടെ കാര്യത്തിലും കൂടെ ഒരു എക്സ്ട്രാ ഒരു കെയർ കൂടെ കൊടുത്തു പോയാൽ ഈ മാസം ഇവർക്ക് വളരെ നല്ലതാണ്. അയ്യപ്പ സ്വാമി പ്രാർത്ഥിക്കുന്നതാണ് ഇവർക്ക് ഈ മാസം നല്ലത്. ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാൽ അടങ്ങുന്നതാണ് തുലാക്കൂർ. തുലാക്കൂറുകാർക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് ചെലവുകൾ വരാനും കൂടെ ഉള്ളൊരു ടൈം കൂടെയാണ് ഈ വരുന്ന ഒരു മാസം. അതുപോലെ തന്നെ ടെൻഷൻ, നമ്മുടെ മനസ്സിനായിട്ട് വലയ്ക്കുന്ന ടെൻഷനും കൂടെ അവർക്ക് ഈ മാസം ഉണ്ടാകും. അവരവരുടെ കാര്യങ്ങൾ നടക്കാനും ഒരു തീരുമാനത്തിലെത്താനും കൂടെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം കൂടെ ഈ മാസം ഉണ്ടാകും. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് തന്നെ മുന്നോട്ട് പോകണം. ചെയ്യുന്ന ജോലികളിൽ പല വിധത്തിലുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ ട്രാവലിംഗ് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ ഡ്രൈവിംഗ് ഒക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം ഈ മാസം ഇവർ മുന്നോട്ട് പോകാൻ. പുതിയ ആൾക്കാരെയൊക്കെ പരിചയപ്പെടാനും സൗഹൃദത്തിലേക്ക് ആവാനും കൂടെ നല്ലൊരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ് ഒന്ന് ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അടുത്ത മാസം വീണ്ടും നല്ല രീതിയിലേക്ക് ബിസിനസ് ഉയർന്നു വരും. പല വിധത്തിലുള്ള ടെൻഷൻസ്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ഇവരുടെ സംസാരം, മറ്റുള്ളവർക്ക് ദേഷ്യം ഉണ്ടാകുന്ന രീതിയിലുള്ള സംസാരം കസ്റ്റമേഴ്സിനോടായാലും മറ്റുള്ളവരോടായാലും അതൊന്ന് ശ്രദ്ധിച്ച് ഡീൽ ചെയ്യുക. അങ്ങനെ ഡീൽ ചെയ്യുന്നത് ഇവരുടെ ബിസിനസ്സിനെ തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ നല്ലതാണ്. പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന അവരുടെ ജോലി ഭാരം കൂടും. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഒരുപാട് യാത്രകൾ ഇവർക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് പ്ലാൻ ചെയ്ത് മാത്രം യാത്രകൾ ആയിട്ട് മുന്നോട്ട് പോകുക. ഏത് രീതിയിലുള്ള ജോലി ചെയ്താലും വളരെ കെയർഫുള്ളായിട്ട് വേണം. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത സംസാരം കുടുംബത്തിലുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ഒക്കെ വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ച് തന്നെ വേണം സംസാരം. അതിപ്പോൾ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലായാലും ഉള്ള സംസാരം വളരെ കെയർഫുള്ളായിട്ട് തന്നെ വേണം മുന്നോട്ട് പോകാൻ. നരസിംഹസ്വാമി പ്രാർത്ഥിക്കുന്നതാണ് ഇവർക്ക് നല്ലത്. വിശാഖം അവസാന ഭാഗം, അനിഴം, തൃക്കേട്ട അടങ്ങുന്നതാണ് വൃശ്ചികക്കൂറ്. വൃശ്ചികക്കൂറുകാർക്ക് ആരോഗ്യമായിട്ട് നല്ല ശ്രദ്ധ ഉണ്ടാവണം. ഒരുപാട് ക്ഷീണം അവർക്ക് അനുഭവപ്പെടാനുള്ള രസമുണ്ട്. അതുപോലെ തന്നെ പിത്തസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ആരോഗ്യമായിട്ട് വളരെ ശ്രദ്ധിച്ചു വേണം അവർക്ക് ഈ മാസം മുന്നോട്ട് പോകാൻ. ഏത് കാര്യങ്ങൾ ചെയ്താലും ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ തീർക്കാൻ ഒരല്പം ഡിലേ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കെയർഫുള്ളായിരിക്കണം. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകാതിരിക്കുക തന്നെ വേണം. ഇവരെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഗ്യാരണ്ടറായിട്ട് നിൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്താൽ ആ കടബാധ്യത അവർക്ക് തന്നെ വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും. വാഹന സംബന്ധമായിട്ട്, പ്രോപ്പർട്ടി സംബന്ധമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായിട്ടും ലാഭത്തിലൂടെയും വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഒരുപാട് ടെൻഷൻസ് വരും. അപ്പോൾ ആ ടെൻഷൻസ് ഒക്കെ ഒന്ന് കുറച്ച് പോകുന്നത് നല്ലതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഔട്ട്സൈഡേഴ്സ് ആയിട്ട് ബന്ധപ്പെടുമ്പോൾ വളരെ കെയർഫുള്ളായിരിക്കണം. ജാഗ്രതയോട് കൂടി തന്നെ വേണം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഡീൽ ചെയ്യുവാൻ. ബിസിനസ് സംബന്ധമായിട്ട് കൂടുതൽ യാത്രകളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ കസ്റ്റമേഴ്സായിട്ടൊന്ന് കോംപ്രമൈസ് ചെയ്ത് പോകുന്നതും ഇവർക്ക് ബിസിനസ് വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. പ്രോഫിറ്റ് എന്ന് കുറഞ്ഞാൽ പോലും നല്ല രീതിയിൽ ബിസിനസ് വർദ്ധിച്ചു വരാൻ ഇവർക്ക് ഈ മാസം തീർച്ചയായിട്ടും പറ്റും.
ബിസിനസ് സംബന്ധമായിട്ട് കൂടുതൽ യാത്രകൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലിഭാരം കൂടും. ഡ്രൈവിംഗ് ചെയ്യുന്നവരാണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് വേണം ഡ്രൈവിങ്ങും വാഹനങ്ങൾ കൈകാര്യം ഒക്കെ ചെയ്യുവാൻ. അതുപോലെ തന്നെ അവരുടെ ആഭരണങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ആ ബിസിനസ്സിന് ഉപയോഗിക്കുന്ന സാമഗ്രികൾ മറന്നു പോകാനോ നഷ്ടപ്പെടാനോ ഉള്ള സാധ്യതയുണ്ട്. അതൊന്ന് ഇവർ എക്സ്ട്രാ ഒന്ന് ശ്രദ്ധിച്ചോണം. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ചില ഒരു ആർഗ്യുമെന്റ്സും തർക്കങ്ങളും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അത് പങ്കാളിയായിട്ട് സൗമ്യമായിട്ട് പറഞ്ഞു പോകുന്നത് ഇവർക്ക് നല്ലതായിരിക്കും. എന്നിരുന്നാൽ പോലും ഇവരുടെ കുട്ടികളുടെ ഭാവി ആരോഗ്യം ഇതിന് മുൻതൂക്കം കൊടുക്കണം. ഗുരുഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് ഇവർക്ക് നല്ലത്. മൂലം, പൂരാടം, ഉത്രാടങ്ക, ധനുക്കൂറുകാർക്ക് സാമ്പത്തികമായിട്ട് നല്ല സമയമാണ്. അതുപോലെ തന്നെ അവരുടെ ചെലവുകളും കൂടും, തീർച്ചയായിട്ടും കൂടും. പക്ഷെ ഇവർക്ക് ഏത് രീതിയിൽ സേവിങ്സ് ചെയ്യണമെന്നോ സേവിങ്സ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ചെലവുകൾ ഒരല്പം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ആവശ്യമില്ലാത്ത ടെൻഷൻസ് വരാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഇവർക്ക് ഈ മാസം ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു പ്രശ്നത്തിൽ നിന്ന് വിട്ടുമാറി നിന്നാൽ പോലും ടാക്സി വിളിച്ച പ്രശ്നങ്ങൾ വരിക എന്ന് കേട്ടിട്ടില്ല. ആ രീതിയിൽ പ്രശ്നം നമ്മളിലേക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കും. അപ്പം ആ ഒരു സാഹചര്യമാണ് ഉണ്ടാകുക. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വേണം ഇവർ മുന്നോട്ട് പോകാനും കാര്യങ്ങളെ അഭിമുഖീകരിക്കാനും പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനും. ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ നടക്കാനും കൂടെ ഉള്ള ഒരു സാഹചര്യമാണ് ഈ മാസം ഇവർക്കുള്ളത്. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സൊക്കെ ഉയർന്നു വരും. അതുപോലെ തന്നെ പ്രോഫിറ്റും തീർച്ചയായിട്ടും വർദ്ധിക്കും. പക്ഷെ പുതിയ ഓർഡറുകൾ കിട്ടാൻ ഒരല്പം ഡിലേ ഉണ്ടായി എന്ന് വരും. അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീർച്ചയായിട്ടും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ പുതിയ ഓർഡറുകൾ കിട്ടാനും നല്ലൊരു ഹൈറ്റ്സിലേക്ക് ബിസിനസ്സിനെ കൊണ്ടുപോകാനും കൂടെ നല്ലൊരു സമയം കൂടിയാണിത്. പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലി ഭാരം കൂടും. എന്നിരുന്നാൽ പോലും അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ അവർക്ക് പ്രൊമോഷൻ, ഇൻക്രിമെന്റ്, സാലറി ഇതെല്ലാം നല്ലൊരു ഹൈക്ക് ഉണ്ടാവാനുള്ള സാധ്യത. അതുകൊണ്ട് മണി ഫ്ലോ അവർക്ക് ജോലി ചെയ്യുന്നവർക്ക് നല്ലൊരു സാമ്പത്തിക വരുമാനം അവർക്ക് കൂടാനും കൂടി നല്ലൊരു സമയം കൂടിയാണ് ഈ വരുന്ന ഒരു മാസം. എന്ത് ചെയ്താലും അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പോയാൽ അവരുടെ ലൈഫിൽ നല്ലൊരു അച്ചീവ്മെന്റ് നേടാൻ സാധിക്കും. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ചില ആർഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ രണ്ടുപേരും, ഭാര്യ ആയാലും ഭർത്താവായാലും, സംസാരിച്ച് തീർത്ത് തന്നെ മുന്നോട്ട് പോയാൽ അത് അവരുടെ നല്ലൊരു ഭാവി തന്നെ തീർച്ചയായിട്ടും ഉണ്ടാവും. ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതാണ് ഇവർക്ക് നല്ലത്. മകരക്കൂറ്, ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം, അര. ഈ നക്ഷത്രക്കാർക്ക് ആവശ്യമില്ലാതെ ഒരുപാട് ട്രാവൽ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ആ ആവശ്യമില്ലാത്ത ട്രാവലിങ്ങിലൂടെ ഇവർക്ക് ശരീരം നന്നായിട്ട് ക്ഷീണം വരികയും അതുപോലെ പല പ്രശ്നങ്ങളും ഇവർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്താലും അത് കൃത്യമായിട്ട് പ്ലാനിങ് ഇല്ലാതെ ചെയ്താൽ അത് മറ്റ് പല പ്രശ്നങ്ങളിലേക്കും ഇവരെ നയിക്കും. സാമ്പത്തികമായിട്ട് കുഴപ്പമില്ലാത്ത ടൈമാണ്. പക്ഷേ പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ട്, വാഹനമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചെലവുകൾ, പ്രശ്നങ്ങളൊക്കെ ഇവരെ ഫേസ് ചെയ്യും. ഒരുപാട് അധിക ചെലവുകൾ വരാനും കൂടെ ഉള്ളൊരു സമയം കൂടിയാണ്. ജോലി ചെയ്യുന്നവരാണെങ്കിൽ ആ ജോലി കൃത്യസമയത്ത് തീർക്കാൻ പറ്റാത്തതായ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് ടെൻഷൻസ് മനസ്സിൽ വന്ന് പല പ്രശ്നങ്ങളും ഇവർക്ക് ഉണ്ടാകും. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിലൊരു സ്ലോയിലായിരിക്കും വരിക. തീർച്ചയായിട്ടും പ്രോഫിറ്റും കുറയും. പല വിധത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ ഇവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് പോവുക. നന്നായിട്ട് പ്ലാൻ ചെയ്ത് പുതിയ ഡിസിഷൻസ് ഒക്കെ എടുത്ത് വേണം ബിസിനസ്സിലേക്ക് മുന്നോട്ട് പോകാൻ. അല്ലെങ്കിൽ പല രീതിയിലുള്ള സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഇവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആണെങ്കിൽ പാർട്ട്നേഴ്സായിട്ട് ഒന്ന് കോംപ്രമൈസ് ചെയ്ത് പോകുന്നത് ബിസിനസ്സിനെ ഒരല്പം ഒന്ന് സഹായിക്കും. അതുപോലെ തന്നെ പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവരാണ് അവർക്ക് ആ ജോലി ഭാരം കൂടും. കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്ര ഭാരം അവരിലേക്ക് വരും. അതുപോലെ തന്നെ അവരുടെ ശരീരം തന്നെ നല്ല ക്ഷീണാവസ്ഥയിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. ജോലി സ്ഥലത്ത് സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ വളരെ കെയർഫുള്ളായിരിക്കണം. അവർ ഏറ്റെടുക്കുന്ന ജോലികൾ കൃത്യസമയത്ത് തീർക്കാൻ പറ്റാത്തതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരും. ഇതൊക്കെ മുൻകൂട്ടി മനസ്സിൽ കണ്ട് മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ മാസം ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ, തർക്കങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാൽ പോലും വളരെ ഒരുമയോടുകൂടി കുട്ടികളുടെ ആരോഗ്യത്തിനും അവരുടെ ഉയർച്ചയ്ക്കും വേണ്ടിയിട്ട് തന്നെ പ്രവർത്തിച്ച് വേണം മുന്നോട്ട് പോകാൻ. ശനി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് ഇവർക്ക് നല്ലത്. അവിട്ടം അവസാന അരഭാഗം, ചതയം, പൂരിട്ടാതി മുക്കാൽ ഭാഗം അടങ്ങുന്നതാണ് കുംഭക്കൂറ്.
കുംഭക്കൂറുകാർക്ക് സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പമില്ലാത്തൊരു സമയമാണ്. പക്ഷേ അവർക്ക് ശത്രുതയുള്ള ആൾക്കാരുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സുഹൃത്തുക്കൾ ശത്രുക്കളെ മാറാനുള്ള സാധ്യതയുണ്ട്. സൗഹൃദം ബ്രേക്കപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഇവർ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ. ചിലപ്പോൾ ഇവരുടെ പ്രവൃത്തികൾ കൊണ്ടോ മറ്റു പ്രവൃത്തികൾ കൊണ്ടോ ഇവരുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഡാമേജ് ആവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് അവർ കെയർഫുള്ളായിട്ട് തന്നെ ഇരിക്കണം. പുതിയ വാഹനങ്ങൾ അല്ലെങ്കിൽ വീട് പുതിയത് മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, പുതിയതോ പഴയതോ മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് ഈ വരുന്ന ഒരു മാസം. ദീർഘനാളായിട്ടുള്ള ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനും കൂടെ പറ്റുന്ന ഒരു സമയമാണ്. അതുപോലെ തീയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. ബിസിനസ് പതുക്കെ ആയിരിക്കും മുന്നോട്ട് പോവുക. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രോഫിറ്റ്, ഒരു വരുമാനം കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പാർട്ട്നേഴ്സായിട്ട് ഇത് കോംപ്രമൈസ് ചെയ്ത് പോകുന്നത് ബിസിനസ്സിന്റെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. ആവശ്യമില്ലാത്ത തർക്കങ്ങൾ ബിസിനസ്സിൽ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. പുതിയ ഓർഡറുകളൊക്കെ കിട്ടി ഭാവിയിലേക്ക് പതുക്കെ ബിസിനസ് ഉയർന്നു തന്നെ വരും. പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലി ഭാരം കുറയും. അതുപോലെ തന്നെ നമ്മുടെ സുപ്പീരിയേഴ്സ് ആയിട്ട് എന്തുണ്ടെങ്കിലും പ്രശ്നങ്ങൾ ഓപ്പണായിട്ട് ഫ്രാങ്കായിട്ട് തുറന്ന് സംസാരിക്കുക. അങ്ങനെ തുറന്ന് സംസാരിച്ച സുപ്പീരിയേഴ്സിൻ്റെ അടുത്ത് നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടാനും കൂടെ വളരെ നല്ലതാണ്. ആവശ്യമില്ലാത്ത ട്രാവലിങ് ജോലി സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയും കൂടെ ഈ മാസം ഉണ്ടാകും. കുടുംബത്തിൽ നല്ല സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, ഭാര്യാഭർത്തക്കന്മാർ തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് ഉണ്ടാവും. കുട്ടികളുടെ കാര്യങ്ങൾ നന്നായിട്ട് പ്ലാൻ ചെയ്ത് തന്നെ വേണം ഈ മാസം മുന്നോട്ട് പോകുവാൻ. സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് ഇവർക്ക് നല്ലത്. പൂരിട്ടാതി അവസാന ഭാഗം, ഉത്രട്ടാതി, രേവതി അടങ്ങുന്നത് മീനക്കൂറുകാർക്ക് സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പമില്ലാത്തൊരു ടൈമാണ്. അതുപോലെ തന്നെ ഇവരുടെ ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കും. ദീർഘനാളായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീരാൻ ഇവർ ഉറച്ച തീരുമാനം എടുക്കണം. അങ്ങനെ എടുത്താൽ മാത്രമേ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവർക്കൊരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ തീരുകയുള്ളൂ. തർക്കങ്ങളൊക്കെ ഒരുപാടുണ്ടാവും ഇവരുടെ ജീവിതത്തിൽ. അതുപോലെ തന്നെ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർക്ക് ശത്രുക്കളും തീർച്ചയായിട്ടും വർദ്ധിക്കും. എന്നിരുന്നാൽ പോലും ആ ഹിഡൻ ആയിട്ടുള്ള ആ ഒരു കോമ്പറ്റീഷൻ തീർച്ചയായിട്ടും കുറഞ്ഞു വരും. ബിസിനസ് ഒന്ന് കുറയും. പുതിയ ഓർഡറുകൾ കിട്ടാനും ഒരു ഡിലേ ഒക്കെ ഇവർക്ക് ഉണ്ടാവും. പ്രതീക്ഷിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പൊക്കെ തീർച്ചയായിട്ടും ഇവർക്ക് കിട്ടും. അതുപോലെ തന്നെ ദീർഘനാളായിട്ട് കിട്ടാതിരിക്കുന്ന സാമ്പത്തികമൊക്കെ ഉണ്ടെങ്കിൽ അതും കിട്ടാനും കൂടെ നല്ലൊരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക്. പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലിഭാരം കൂടും. ജോലിഭാരം കൂടുമ്പോൾ ഒരുപാട് ക്ഷീണം അവരുടെ ശരീരത്തെ ബാധിക്കും. അത് വളരെ കെയർഫുള്ളായിട്ട് ഇവരുടെ ആരോഗ്യം നോക്കി മുന്നോട്ട് പോകേണ്ടതാണ്. പ്രൊമോഷൻസ് കിട്ടാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പുതിയ ജോലി നോക്കുന്നവർക്കാണെങ്കിൽ അതിനും കൂടെ നല്ലൊരു സമയം കൂടിയാണ് ഈ വരുന്ന ഒരു മാസം. ഭാര്യാഭർത്തക്കന്മാർ തമ്മിൽ ഉള്ള ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കുറഞ്ഞ് നല്ല സൗഹൃദമായിട്ട് വരും. കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് കുറച്ച് ദേഷ്യം ഉള്ള വാക്കുകൾ അല്ലെങ്കിൽ മറ്റ് വഴക്കുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. സൗമ്യമായിട്ട് തന്നെ ഇടപെടുക. നല്ലൊരു അന്തരീക്ഷമായിരിക്കും ഇവർക്ക് ഈ മാസം ലഭിക്കുക. മഹാവിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് ഇവർക്ക് ഈ മാസം നല്ലത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എനിക്ക് 2 പേര് ബാംഗ്ലൂരിൽ നിന്ന്, ഒരാൾ ധാരവാഡിൽ നിന്ന് എനിക്ക് ഒരു പോസ്റ്റ് അയച്ചു തന്നു. എൻ്റെ ഫോട്ടോ വെച്ചിട്ട് മറ്റ് ഫോൺ നമ്പർ വെച്ചിട്ട് ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നു. അതായത് ഓരോ പൂജ ഞാനാണ് ചെയ്യുന്നത്, എൻ്റെ പേര് കൊണ്ട് ഞാനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് മേടിക്കുന്നുണ്ട്. ഞാൻ ഇതുപോലെ ഒരു 3-5 മാസം മുമ്പ് ഞാൻ ഇതുപോലെ വീഡിയോ ചെയ്തിരുന്നു. എനിക്കെതിരെ എൻ്റെ പേര് വെച്ചിട്ട് പലരും മിസ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെ ബാംഗ്ലൂർ കംപ്ലൈൻറ്റ് എടുത്ത് അത് തീർന്നു. ഇത് പുതിയ ആൾക്കാരാണ്. ഇങ്ങനെ ഇതൊരു ചെയിനായിട്ട് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു കാരണവശാലും അങ്ങനെ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ കാണാതെ അല്ലെങ്കിൽ നേരിട്ട് ബന്ധപ്പെടാതെ ഒരു കാരണവശാലും ഈ ഒരു പ്രശ്നത്തിൽ പോയി ആരും ഇടപെടരുത്. ഈ ഒരു കാര്യം എല്ലാവരും കെയർഫുൾ ആയിരിക്കണം. എനിക്ക് ഒരേ ഒരു നമ്പറാണുള്ളത്. അത് 8075335264 എന്നുള്ള നമ്പർ മാത്രമാണ്. അതല്ലാതെ ഏത് നമ്പർ കൊടുത്താലും അതെല്ലാം ഫേക്കാണ്. അതിലേക്ക് ആരും ദൈവത്തെ പൈസ ഇടരുത്. എന്നെ കോൺടാക്ട് ചെയ്യണം. ഈ നമ്പർ മാത്രം എന്നെ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ നിന്നെ ആയിരിക്കും ഫോൺ എടുക്കുക. എല്ലാവരും ഇതൊന്ന് കരുതിയിരിക്കുക. ഒരുപാട് പേര് എൻ്റെ പേര് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അത് പല രീതിയിലാവാം. പൂജയായിട്ട് ബന്ധപ്പെട്ടാവാം, അല്ലാതെ ഏത് രീതിയിലും ആവാം. എല്ലാവരും ഒന്ന് കെയർഫുള്ളായിട്ടിരിക്കുന്നത് വളരെ വളരെ അത്യാവശ്യമാണ്. അത്രേ പറയാനുള്ളൂ. നമസ്കാരം.